നമ്മളിന്ന് പോകാൻ പോണത് മാലിദ്വീപിലെ വില്ലിംഗ്ലി ഐലൻഡിലോട്ടാണ്. അപ്പോൾ അത് വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് വില്ലിംഗ്ലി ഐലൻഡിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് മാലിദ്വീപിലെ മാലെ ഐലൻഡിലാണ്. നമ്മുടെ ഐലൻഡിന് തൊട്ടപ്പുറത്തെ ഐലൻഡാണ് കേട്ടോ വില്ലിംഗ്ലി ഐലൻഡ്. നമുക്ക് ഐലൻഡിൽ പോകാനായിട്ട് ഫെറി സർവീസാണ് അവൈലബിൾ കേട്ടോ. ഫെറി ടെർമിനലിൽ പോകാനായിട്ട് ഞങ്ങളിവിടെ ബസ് അല്ലെങ്കിൽ ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ബസ്സും വന്നില്ല, ടാക്സിയും ഇല്ലായിരുന്നു കേട്ടോ. അവസാനം ഞങ്ങൾ ടെർമിനലിലോട്ട് നടന്നു പോയേ. ഇതാണ് മാഫണ്ണൂർ ഫെറി ടെർമിനൽ. ടിക്കറ്റ് ഫെയർ 2.25 റുപ്പിയാണ് കേട്ടോ പെർ പേഴ്സൺ. കുഞ്ഞിന് ടിക്കറ്റ് ഇല്ല. ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിലോട്ടാണ് കേട്ടോ പോയത്. ഇനി അവിടെ ബോട്ട് വരുന്നതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ടെർമിനലിൽ നല്ല തിരക്കുണ്ടായിരുന്നേ. ഫൈനലി ഒരു ബോട്ട് വന്നിട്ടുണ്ട് ഐലൻഡിൽ നിന്ന്. ഇനി നമുക്ക് ബോട്ടിൽ കയറാവേ. ബോട്ടിൽ കയറിയതും കുഞ്ഞ് നല്ല ഉറക്കമായേ. ഈ കാണുന്ന ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് IGMH, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. മാലെ ഐലൻഡിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ഇത്. ഇവിടെ നിന്ന് 10 മിനിറ്റ്സ് ആണ് കേട്ടോ വില്ലിംഗ്ലി ഐലൻഡിലോട്ട്. കുഞ്ഞ് നല്ല ഉറക്കമാണേ. അങ്ങനെ നമ്മളിത് ഫൈനലി വില്ലിംഗ്ലി ഐലൻഡിൽ എത്തിയിട്ടുണ്ടേ. യെസ്, ഇതാണ് അങ്ങനെ വില്ലിംഗ്ലി ഐലൻഡ്. വളരെ പീസ് ആൻഡ് കാമായിട്ടുള്ള ഒരു ഐലൻഡാണ് കേട്ടോ. ഞങ്ങൾക്ക് എപ്പോഴും വരാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐലൻഡാണ് വില്ലിംഗ്ലി ഐലൻഡ്. നമ്മൾ പിന്നെ കുറച്ച് നേരം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്തേ. ഈ ഒരു കളർ ഡിഫറൻസ് കണ്ടോ. ഇതിനടിയിൽ റീഫ് ഉള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ, കോറൽ റീഫ് ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ഒരു കളറേ. ഇവിടുത്തെ വെഹിക്കിൾസ് എല്ലാം ഇലക്ട്രിക് ആണ് കേട്ടോ. ഞങ്ങൾ നേരെ വില്ലിംഗ്ലി ബീച്ചിലോട്ടാണ് കേട്ടോ പോണത്. ഒത്തിരി സ്പീഡ് ബോട്ടുകളും യാട്ടുകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഫൈനലി നമ്മൾ ബീച്ചിലെത്തിയേ. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബീച്ചിലെത്തിയത്. പിന്നെ കുഞ്ഞിനെ ഒന്ന് ബീച്ചിലിറക്കണം. ഇതാണ് കേട്ടോ വില്ലിംഗ്ലി ബീച്ച്. ഈ ബീച്ചിൽ ഞങ്ങൾ ഒത്തിരി തവണ സ്നോർക്കലിംഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം സ്കൂബ ഡൈവിങ് ചെയ്തതും ഈ വില്ലിംഗ്ലി ബീച്ചിലാണേ. കുഞ്ഞിൻ്റെ ഷൂസും സോക്സും ഒക്കെ ഊരിയിട്ട് അവനെ ഒന്ന് മണ്ണിലിറക്കിയേ. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ 2 കൈയും പൂട്ടി അവനവിടെ ഇരുത്തി കേട്ടോ. ഇല്ലെങ്കിൽ അവൻ മണ്ണ് വാരി തിന്നു കളയും. അവൻ്റെ കാലിലൊക്കെ അവൻ്റെ അച്ഛൻ മണ്ണ് വാരി ഇടുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞിനെ ഒന്ന് കാല് നനയിപ്പിച്ചു കേട്ടോ. കുറച്ച് നേരം കടലിൽ നിർത്തി. ഇത് കണ്ടോ, ഇതാണ് സ്ക്രൂപ്പൻ. ട്രോപ്പിക്കൽ ഐലൻഡ്സിൽ കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ് ഇത്. ഇത് ഇപ്പോൾ പച്ചയാണ്. ഇത് പഴുത്തതാണ് കേട്ടോ. ഇത് നല്ല നിറം വെച്ചിട്ടുണ്ട് ഈ സ്ക്രൂപ്പൈൻ. സ്ക്രൂപ്പൈനിൽ ഒത്തിരി ഡെസേർട്ടൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബീച്ചിനടുത്ത് തന്നെ ഞങ്ങളൊരു കോഫി കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു കോഫിയും കുടിച്ച് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങൾ 2 കോഫി ഓർഡർ ചെയ്തു. പിന്നെ കഴിക്കാൻ സാൻഡ്വിച്ചുമാണ് പറഞ്ഞത്.
അവിടുന്ന് നേരെ നമ്മൾ ടെർമിനലിലോട്ട് പോവുകയാണ്. അപ്പോൾ ദേ ഒരു ഊഞ്ഞാലുണ്ട്. അപ്പോൾ കുഞ്ഞിനെ കുറച്ച് നേരം അവിടെ ഇരുത്തി ഒന്ന് ഊഞ്ഞാലൊക്കെ ആട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചേ. ദേ ഈ കടലിലെ ഭംഗി കണ്ടപ്പോൾ പിന്നെ കുറച്ച് നേരം ഇവിടെ കൂടെ ഇരുന്നിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പോയത്. ഇത് ഇന്ത്യ മോൾഡീവിയൻ പാർട്ട്ണർഷിപ്പിൽ ചെയ്തിട്ടുള്ള പബ്ലിക് ജിമ്മുകളാണ്. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫെറി ടെർമിനലിലോട്ടാണ്. ടിക്കറ്റ് എടുത്തു. അപ്പോൾ ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് റഷ് ചെയ്യുകയാണ്. നല്ല തിരക്കുണ്ട്. ഫൈനലി നമ്മൾ ബോട്ടിൽ കയറി. ഞങ്ങൾക്ക് ഈ ഐലൻഡിലോട്ട് വരാനായിട്ട് വളരെ ഇഷ്ടമാണ് കേട്ടോ. വളരെ പീസായിട്ടുള്ളൊരു ഐലൻഡാണ് ഇത്. ഫൈനലി ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഐലൻഡിലോട്ട് എത്തുവേ. ഈ ഐലൻഡിൽ നിന്ന് നമ്മുടെ ഐലൻഡിലോട്ട് പോകാനായിട്ട് ഫെറി സർവീസാണ് ഉള്ളത്. പക്ഷേ ഈ പാലം പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ബ്രിഡ്ജ് വരുവേ. അപ്പോൾ പിന്നെ നമുക്ക് ടാക്സിയിൽ ഇങ്ങോട്ടേക്ക് വരാം. ഫൈനലി നമ്മൾ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ വന്നേ. ഞാൻ വാഫിൾസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ചേട്ടൻ ചിക്കൻ, മാഷ്ഡ് പൊട്ടറ്റോ ആൻഡ് വെജീസൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കുഞ്ഞിനും മാഷ്ഡ് പൊട്ടറ്റോ കൊടുക്കുന്നുണ്ട്. അവന് മാഷ്ഡ് പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഫുഡും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പീക്കബൂലോട്ടാണ് കേട്ടോ. പീക്കബൂ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഒരു ടോയ് ഷോപ്പാണ്. അവിടെ ഹോട്ട് വീൽസിൻ്റെ പുതിയ കളക്ഷൻസ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ അവിടെയും കയറിയിട്ട് പിന്നെ നേരെ നമ്മൾ നമ്മുടെ റൂമിലാണ് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്